നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പം അതായത് ഇപ്പോൾ ഉള്ള റിയൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മമ്മു ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് അറ്റൻഡന്റിനോട് ചായ ചോദിച്ചതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. മനസ്സിലാവും? ഇപ്പൊ അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഷെമീർ ഇഷ്യൂ, ശുക്കൂർ ഇഷ്യൂ, കാർപ്പറ്റ് ഇഷ്യൂ എല്ലാം സൈഡിൽ നടക്കുന്നുണ്ട്. അവിടെ സീക്രട്ട് ഏജന്റ് വീഡിയോ റിയാക്ട് ചെയ്തു, ഒന്ന് കാണട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഈ ഇവന്റെ അവരാധം റിയാക്ട് ചെയ്തിട്ടുണ്ട് മമ്മുവിന്റെ. സീക്രട്ട് ഏജന്റ് മമ്മു അഗൈനോട് മമ്മു കാരണം MRC ടീം വീണ്ടും എയർ പിടിക്കുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതാ തൊപ്പിയും MRC ടീമും കൂടി അവര് ഫ്ലൈറ്റില് ബാംഗ്ലൂര് പോയ സമയത്ത് എടുത്ത വ്ളോഗിനകത്ത് മമ്മു ഫ്ലൈറ്റിനകത്ത് വെച്ച് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ എയറിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി ക്യാബിൻ ക്രൂ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ക്യാബിൻ ക്രൂ എന്താണ്, അവരെന്തൊക്കെ എഫേർട്സ് ആണ് എടുക്കുന്നത്, ഒരു ഫ്ലൈറ്റ് ടൈമിൽ ക്യാബിൻ ക്രൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം ഇപ്പോൾ പാസഞ്ചേഴ്സിന് അറിയുന്ന ഒരു കാലഘട്ടമാണ്. കാര്യങ്ങളിലേക്ക് എടുത്തു വെക്കാനുള്ളത്. ഓ ഇത് 19 മിനിറ്റ് ഒരു മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കാൻ, നിങ്ങൾക്ക് നമ്മൾ കേൾക്കണം നിർബന്ധമുള്ള ഭാഗങ്ങളൊന്ന് ടൈം പറയാൻ പറ്റുമോ? അങ്ങനെ ആ ടൈം മാത്രം കാണും. ഈ 19 മിനിറ്റ് ഇത് കണ്ടു തീർക്കാൻ മൊത്തം ലൈവ് ബോറിംഗ് ആവും. ലൈവ് മൊത്തം ലാഗ് ആവും. കാണുന്ന ആളുകളിൽ ആരെങ്കിലും നാളെ ഇതൊരു തമാശ സർക്കാസ് കട്ടൻ ചായ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ 200 റുപ്പീസ് പറഞ്ഞത്. അത് വേറെ കാര്യം. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഓക്കെ, ഈ മമ്മു ഇതാക്കിയതിന് മമ്മു സോറി പറയുന്നു, ഞാനും മമ്മുവിന്റെ ബിഹാഫിൽ ഞാനും സോറി പറയുന്നു. പക്ഷെ കസ്റ്റമർ ഇൻസൾട്ട് ചെയ്തതിന് എയർ ഇന്ത്യ സോറി പറയുമോ? മനസ്സിലായി? എയർ ഇന്ത്യ സോറി പറയുമോ? കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരാള് കട്ടൻ ചായ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതില് ഓക്കെ, ആടെ സിവിക് സെൻസ് ഇല്ലാണ്ട് ബിഹേവ് ചെയ്തത് ഓക്കെ, അത് മമ്മുവിന്റെ മിസ്റ്റേക്ക്. പക്ഷെ കട്ടൻ ചായ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ 200 റുപ്പീസ് തിരിച്ചു പറയുന്നത് അത് ഉണ്ടെന്ന് പറയണം. എന്നിട്ട് എത്രയാന്ന് ചോദിച്ചപ്പോ എത്രയാന്ന് ചോദിച്ചാൽ 200 റുപ്പീസ് എന്ന് പറയണം. പിന്നെ 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 അത് ഉറപ്പായിട്ട്. കാരണം നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വിലയുള്ള ഒരു സാധനത്തിന്റെ അത് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പൈസ മാത്രം പറഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് പറയാണ്ടിരിക്കുന്നത് അത് ഇതാണ്. ഈ സിവിക് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസൾട്ടിനെ കുറിച്ച് സംസാരിക്കണം. മനസ്സിലാവും? ഇല്ല കുറച്ച് കാണാം. അല്ല ഇത് സംഭവം മമ്മു അവിടെ കുറച്ച് അവരത് കാണിച്ചടാ. ഞാൻ പിന്നെ അവര് ഭയങ്കര നല്ലവരായിട്ട് നിൽക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അവരുടെ ഭാഗത്ത് തെറ്റെല്ലാം ഉണ്ട്. മനസ്സിലാവും? ചട്നി പരിപ്പ് വട നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കൊണ്ടുവരുന്നുണ്ടാവും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രൂവിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു 6 വീക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്, അസസ്മെന്റ്സ്, എക്സാംസ്, ഡ്രിൽസ്, ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ യൂണിഫോം. എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇതെന്ത് സംഭവം അറിയോ? എനിക്ക് തോന്നുന്നു ഇവർക്ക് ഹേർട്ടാൻ കാരണം വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിലോ അങ്ങനെ ഒന്നും ആരും പെരുമാറിയിട്ടില്ല. ആടെ കുറച്ച് മോനെ സംസാരിക്കേണ്ട അപ്പുറം പോയി സംസാരിക്കും. ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാം. മനസ്സിലായി? നീ എന്തിനാ ഇവിടെ ഈ ലൈവില്? അല്ല ഇതാരാ? ഇവരെന്തിനാ ഈ ലൈവില്? ഇവ എല്ലാ ലൈവിലും ബാക്കിലോ നിൽക്കുന്നുണ്ടോ? നീ എന്താ ഫേമസ് ആവാൻ വേണ്ടി ഇറങ്ങിയതാ? ഈ സൈഡ് പോലും അല്ല, അതിന്റെയും ബാക്കിലാണ്. സൈഡിന്റെയും സൈഡായിട്ടാണ് ഉള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് ഉള്ളത്. ഇതെന്താ ചാറ്റ് മൊത്തം മഴവില്ലേ? പുട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അതാണ് അടുക്കളയിൽ ചോദിച്ചത്. അപ്പൊ ഞാൻ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഇവനെന്താ അല്ല അതപ്പോൾ ഈ ഫ്ലൈറ്റ് അറ്റൻഡ് ഇവനെ കുറിച്ച് ഈ ഡ്രില്ലും ഗ്രൂപ്പ് ഡ്രില്ലും ഇതെല്ലാം കഴിഞ്ഞ് വന്നവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ. അതെന്താ ഹൗ ടു ബിഹേവ് എ കസ്റ്റമർ? ഇവനെ പഠിപ്പിക്കാനേക്കണം. ഇവൻ ഹാർഡ്വെയർ ഷോപ്പിൽ മറ്റേ ടൂൾസ് എടുത്തു കൊടുക്കല്ലേ ഇവന്റെ പണി. അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെന്താ ചാറ്റ് മൊത്തം മഴവില്ലേ? ഇവനെ കണ്ടിട്ടാ
സോ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ഞാൻ വേറൊരു വീഡിയോ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവരെ ഈ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് ആയിട്ടുള്ള മെയിൽ ആൾക്കാർ എല്ലാവരും പെരുമാറുന്ന ഇങ്ങനെ തന്നെ ഏകദേശം ഇവരെ ഒരു ടൈപ്പ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അവരിങ്ങനത്തെ ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവും. അതെ, ആ ടോക്കിങ്ങിലും ആ ഇതിലെല്ലാം ഒരു മനസ്സിലാവും. ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കോമൺ സെൻസോടുകൂടിയും കുറച്ചൊരു മാനേഴ്സോടു കൂടിയും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും, അതിപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, നമുക്കൊന്നും ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. അല്ല ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ഒരിക്കലും ഇവനിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നോക്കി നിൽക്കൂല കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ ഇത് പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ ഒന്നും ബാധിക്കുന്ന ലെവലിൽ അവിടെ ഒന്നും പെരുമാറിയിട്ടില്ല. അത് എനിക്കൊന്ന് ഞാൻ കണ്ടെടുത്തോളം ഇവർക്ക് എന്താ സംഭവം അറിയോ, അതായത് ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസിന് ഇത് ഹേർട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മമ്മു വട, ഇഡ്ലി വട, ചായ കാപ്പി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പൊതുവേ ഉള്ളൊരു സംഭവമുണ്ട് ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഇടയിൽ. ആൾക്കാർ ഇവരെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലുപരി ഇവർ അവിടെ ഫുഡ് സപ്ലയേഴ്സ് ആണെന്നുള്ളൊരു ഒരു ടോക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് സാധനമുണ്ട്, മനസ്സിലാവും. അതായത് ഇവർ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റീനെ ഇതാക്കുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളിൽ ഫ്ലൈറ്റിലെ കാര്യങ്ങൾ നോക്കുന്നതിലുപരി ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ, അല്ല ഫുഡ് സപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഇവരുടെ ഉള്ളിലുണ്ട്, മനസ്സിലായി. അത് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, മനസ്സിലായി. അതാണ് മമ്മ ഇഡ്ലി വട, ചായ വട, കാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഹേർട്ടാൻ കാരണം ഇവരെ കളിയാക്കിയിട്ടാണ് ഇത് മമ്മ ചെയ്യുന്നതെന്ന് ഇവർ ചിന്തിച്ചു, മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ മരപ്പാട് പബ്സിനില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലാവും. അതായത് ഇത് ആരാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കൊണ്ടുതരുന്ന, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന ഇങ്ങനെ പോകുന്ന ആൾക്കാർ ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല, മനസ്സിലായി. ഇത് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആണ്, ഇങ്ങനെ എയറോസ്റ്റസ് എന്നാന്ന് പറയാന്ന് പോലും ഇവർക്ക് അറിയില്ല. ഇവനെ പറക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അതെന്തായാലും നമ്മൾ ശരിയാക്കി എടുക്കും. ഇവനെന്തായാലും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇവനെന്തായാലും എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് നമ്മൾ ഫ്ലൈറ്റിൽ പോയപ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം കയറിയപ്പം അങ്ങനെ ആയിരുന്നു, മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, എയർ ഇന്ത്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, മനസ്സിലാവും. എയർ ഇന്ത്യയിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ, മനസ്സിലാവും. എയർ ഇന്ത്യയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാൻ ഇവർ മാരണ ജാടയിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതുപോലെ ഇതാക്കാണ്ട് പിന്നെ എന്ത് ഫുഡ് ഉണ്ടാ അല്ലെങ്കിൽ ഇതിൻ്റെ ചായ ഉണ്ടാ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചാൽ അതിൻ്റെ പൈസ കറക്റ്റ് അവർ പോവുക, മനസ്സിലാവും. അതുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാനുള്ള ഇത് കാണിക്കാണ്ട് അത്രയും മനസ്സിലാവും. പിന്നെ ഇവർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരോട് വേറൊരു ഇതും ഈ പൊതുവെയുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻസിൻ്റെ ഒരു സംഭവമാണ്. എനിക്ക് എല്ലാ ഇതിലും എയർ ഇന്ത്യയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൊതുവേ ഉള്ളൊരു സംഭവമാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന കസ്റ്റമറിനോട് ഒരു ഭയങ്കര ഒരു നല്ലൊരു ഇതും എക്കോണമിയിൽ യാത്ര ചെയ്യുന്നവരോട് എന്ത് 200 rupees വേണമെങ്കിൽ വാങ്ങിയാൽ മതി, മനസ്സിലാവും. ആ ഒരു ഇതും ഉള്ളതാണ് പൊതുവെ. പിന്നെ ഈ എയർ ഇന്ത്യനെ സംബന്ധം വെച്ചാൽ കുര്യാക്കോസ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. കുര്യാക്കോസിന് ഇത് എന്തൊക്കെ ചെയ്യേണ്ടത് എവിടെയാ ഒന്നും അറിയില്ല. മമ്മൂൻ്റെ പോട്ടെ, കുര്യാക്കോസ് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് കയറുന്നു. ബാഗ് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടതെന്ന് ഇവനറിയില്ല. ഇവൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാഗ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻഡിഗോയിൽ കയറിയപ്പോൾ ഇൻഡിഗോ കയറിയപ്പോൾ ഇവനെ ഒന്നും ഇതാക്കില്ല. പക്ഷെ എയർ ഇന്ത്യയിൽ ഇവൻ ബാഗ് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുക. ഇവനക്ക് എന്താ ചെയ്യേണ്ടറില്ല. ഇത് ഇതിൻ്റെ മുകളിൽ ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഇത് തുറന്നിട്ട് ഇത് വെക്കാമെന്ന് ഇവനക്ക് അറിയില്ല. ഇവൻ്റെ മുന്നിൽ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ട്. പെണ്ണുങ്ങൾ ബാഗ് മേടിച്ച് അതിൻ്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ വെക്കണ്ട, ഇവിടെയാണ് ബാഗ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്നുമില്ല, മാറിയിരിക്കെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുക, ഒന്നുമല്ല. ഇവര് ബേസിക് ഇത് ഇങ്ങനെ ഇതാന്ന് ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല, മനസ്സിലാവും. അപ്പോൾ ബിഹേവിയറിന്റെ കാര്യത്തിൽ നിങ്ങൾ കോമൺ സെൻസിന്റെ കാര്യത്തിൽ മമ്മൂനെ പറയുകയാണെങ്കിൽ ബിഹേവിയറിന്റെ കാര്യത്തിൽ അങ്ങോട്ട് നമ്മൾ പറയും, മനസ്സിലാവും. വേറെ ഇതൊന്നുമില്ല, മനസ്സിലാവും. ഇതങ്ങനെ പിന്നെ ലോക ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഫ്ലൈറ്റ് സേഫ്റ്റിനെ ബാധിക്കുന്ന ലെവലിൽ ഇവനൊന്നും പെരുമാറിയിട്ടുമില്ല. കട്ടൻ ചായ ചോദിച്ചു, അതിനെന്താ? ഇവൻ ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഇവൻ കട്ടൻ ചായ എന്ന് ചോദിച്ചു, അതിനെന്താ? വാട്ടെവർ. പിന്നെ ഇതെല്ലാം എടുത്ത് കണ്ടന്റ് ആക്കാൻ ഇവരും ഇതേതാ പെണ്ണ് ഇത് അടുത്തത്. ഞാൻ പറയാം, ഞാൻ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പൊ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. ഇവർ കുറെ എയർ ഹോസ്റ്റസ് മാറും, പിന്നെ ക്യാബിൻ ക്രൂവിന്റെ ആൾക്കാരും ഇവരെല്ലാം വീഡിയോ ഇടുന്ന ആൾക്കാർ. ഇവർക്കെല്ലാം കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോൾ ഒരു കണ്ടന്റ് കിട്ടുക. ഇത് കിട്ടുമ്പോഴേക്ക് ഇവരെല്ലാവരും എടുത്തിടാം. പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക, അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യുക.
I really don't understand. What's the അല്ല point? ഇത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല റൂൾ ഉണ്ടോ? അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ഇതിൽ പറയല്ലോ ഫോൺസ് മറ്റേ ഫ്ലൈറ്റ് മോഡ് ഇടാന്നുള്ള ഒരു റൂള് ഇതിൽ വിളിച്ച് പറയല്ലോ. നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ സ്പീക്കറിൽ വിളിച്ച് പറയുമല്ലോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇൻ കേസ് ഓഫ് എമർജൻസി 2 ഡോർ അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് ഡോറുണ്ട് അത് പറയൂലേ. അതിനൊന്ന് പറയുന്നത് നോ ക്യാമറ ഇങ്ങനെ എന്തായാലും ആക്ഷൻ ആക്കണം. അല്ലെങ്കിൽ അവിടെ വിളിച്ച് പറയണം നോ ക്യാമറ, അല്ലെങ്കിൽ ഒരു ബോർഡ് വെക്കണം നോ ക്യാമറ. അങ്ങനെ ഒരു റൂള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ വെക്കാൻ പറ്റില്ല, ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂലെന്നോ, ഫോണിന്റെ ക്യാമറ ഓൺ ആക്കാൻ പറ്റൂലെന്നോ ഒരു റൂളും ഞാൻ ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഒരു റൂളില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിലല്ലേ വീഡിയോ എടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ എയറോസ്റ്റസ്മാരെ, നിങ്ങൾ അതിന്റെ ഉള്ളിൽ കണ്ടന്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ ഐഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളെല്ലാം നിങ്ങളെ വീഡിയോയിൽ പെടുന്നുണ്ടല്ലോ, അതിനെന്താ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അത് വേറെ കേസ്. ഓക്കെ, ചായ ഉണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റല്ല. അതാ ഇവക്ക് ബുദ്ധിയുണ്ട്. അതിപ്പോ നമ്മുടെ മലയാള ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു കാര്യം ഒരാളോട് ഇവക്ക് ബുദ്ധിയില്ല, ഇവക്ക് ബുദ്ധിയുണ്ട്. അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ ഏത് രീതി? എടാ ഇവ കട്ടൻ ചായ ഉണ്ടോ, കട്ടൻ ചായ ഉണ്ടോ അങ്ങനെ ചോദിക്കണോ? ഇങ്ങനെ ചോദിക്കണോ? ആ ഏച്ചിന്ന് വിളിച്ചു മനസ്സിലാ. അതായിരിക്കും കേട്ടായിട്ടുണ്ടോ? ബഹുമാനത്തിൽ വിളിച്ചല്ലേ? അത്യാവശ്യം നല്ല വയസ്സ് നല്ല പ്രായം ഉണ്ടല്ലോ മോളെ, നല്ല പ്രായം ഉണ്ടല്ലോ, ഒരു 10-35 വയസ്സുണ്ടല്ലോ. പിന്നെ ചേച്ചി എന്നല്ലാണ്ട് പിന്നെ അനിയത്തിന്ന് വിളിക്കാൻ പറ്റില്ല, മോളെന്ന് വിളിക്കണം. മോളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സീനാവും. മോളെന്ന് വിളിച്ച ഫ്ലേർട്ട് ചെയ്യാൻ നോക്കി തൊട്ട് വേറെ സീനാവും. മനസ്സിലാവും? കുട്ടിയിട്ട് വന്നു വിചാരിച്ച് പ്രായം കുറയുകയും ചെയ്യില്ല. പ്രായം കുറയില്ല. കാര്യം എയറോസ്റ്റുകളോട് എല്ലാവരോടും അറിയുന്നത് നിങ്ങള് 10 കിലോ പുട്ടിയിട്ടിട്ടാണ് എല്ലാ ഫ്ലൈറ്റും നിങ്ങൾ കയറുന്നത്. ചേച്ചിന്ന് വിളിക്കേണ്ടടുത്ത് ചേച്ചിന്ന് വിളിക്കുക, അത് റെസ്പെക്ട് ആണ്. മനസ്സിലാവും? ചേച്ചിന്ന് വിളിക്കുന്നത് റെസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സിലാവും? ഇത് കടന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് പല കാര്യങ്ങളും അതിന്റെ കളിയാക്കലുകളായി മാറുന്നത്. We deserve privacy too. Not every moment is content. ഞാൻ ഇന്ന് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടത്. ഒരു ക്രൂ അതിനെ റിയാക്ട് ചെയ്ത വീഡിയോ ആയിട്ടാണ് കണ്ടത്. അതിനുശേഷം എൻ്റെ ഒറിജിനൽ വീഡിയോ കണ്ടു, അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു, ആൻഡ് ഈ റിയാക്ട് ചെയ്ത ക്രൂവിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ കണ്ടു. ലൈക്ക് വീഡിയോ ഈസ് മോക്കിംഗ് ക്രൂ, ഇവൻ ദാറ്റ്സ് വെരി ഡിസ്റ്റർബിംഗ്. ബ്രോ വീഡിയോ ഈസ് നോട്ട് മോക്കിംഗ് ക്രൂ. ബ്രോ നമ്മളവിടെ ഫ്ലൈറ്റിനുള്ളിൽ വെച്ചിരുമ്പോൾ ചായ കാപ്പി എന്ന് പറഞ്ഞത് അവരെ കുറിച്ചല്ല. ഇവനത് പറയുമ്പോൾ അടുത്ത എയറോസ്റ്റസ് ഉണ്ടോ? ഇല്ല. കട്ടൻ ചായ ചോദിക്കുമ്പോണ്ട്, കട്ടൻ ചായ ചോദിക്കുമ്പോ അടുത്ത് കൈവിൻ ക്രൂ ഉണ്ട്. ഇവൻ ചായ കാപ്പി ഇങ്ങനെ പറയുമ്പോ ആ ടൈം എയറോസ്റ്റസ് ഇല്ല. അപ്പൊ എങ്ങനെ മോക്കിംഗ് ആവും? അത് നമ്മളവിടെ ഫണ്ട് കാണിക്കുന്നതിന് എന്താ? ഞാൻ ചോദിക്കുന്നത് ഇത് ഹോസ്പിറ്റലോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ, ഫ്ലൈറ്റിൽ നിന്ന് നമ്മളവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കണ്ടന്റ് എടുക്കാൻ പറ്റില്ല, എന്ത് റൂൾസാ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മണവിലിരുന്ന ചാറ്റ് എടാ നിനക്ക് വന്ന് ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസുള്ള മെയിലായിട്ടുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻസ് എല്ലാവരും ടോക്കും ഇതും സംസാരവും ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇവരൊരു ടൈപ്പ് ഇതാന്ന് തോന്നുന്നു. That was honestly very, very disturbing. People are commenting and people are talking about the cabin crew job and all those things. People who don't know what exactly the job is. Chumma vandadu they just laughing and just asking them to take, like when someone is reacting to that, asking them to take it as easy joke. So let me make it clear. The joke that is an easy joke. ഇവൻ എന്താണ് ഈ പറയുന്നത്? There is huge difference between joking between your friends in a private circle and public mocking in their professional crew. അപ്പൊ ഇവൻ പറഞ്ഞു വരുന്നത് നമ്മളെ റൂമിന്റെ ഉള്ളില്, നമ്മളെ സർക്കിളിന്റെ ഉള്ളിൽ, നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഫണ്ണാക്കാനോ പാടുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ കയറി കഴിഞ്ഞാൽ മെട്രോയിലോ പ്ലെയിനോ ബസ്സോ ട്രെയിനിലോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ നമ്മൾ ഫണ്ണാക്കാനോ നമ്മൾ വീഡിയോ എടുക്കാനോ നമ്മളെ ഹാപ്പി ആവാൻ പാടില്ല, നമ്മളെ ഹാപ്പി ആവാൻ പറ്റില്ല എന്നാണ് ഇവര് പറയുന്നത്. നമ്മള് വേറെ ആരെയും നോക്കിയിട്ട് ചായ കാപ്പി എന്ന് അവരെ നോക്കിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ ക്യാമറ നോക്കി നമ്മളെ സർക്കിളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ചായ കാപ്പി എന്ന് പറയുന്നത്. മനസ്സിലാവും? ഇനി ഞാൻ പറയാ ഇവരെ ഈ എന്താ പറയാ ഈ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ നമ്മള് മോക്ക് ചെയ്തെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കട്ടെ, വാട്ട് എവർ. ഞാൻ പറയുന്നത് ഇത് അത്ര വലിയ പ്രശ്നമാണ്. ഞാൻ പറയാ ബ്രോ ഐസേ ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് അത്ര വലിയ ഇൻസൾട്ട് ആയിട്ട് ക്യാബിൻ ക്രൂ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ലീഗലി ഇത് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. അല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ട് 100 വീഡിയോസ് 100 ആൾക്കാരെ ഇത് ഇട്ടു. മനസ്സിലാവും? ഇത് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കലാണ് നിങ്ങളെ പണി. ഇതുണ്ടാക്കി നിങ്ങൾ നമ്മളവിടെ കണ്ടന്റ് എടുത്തില്ലെങ്കിൽ, നമ്മളവിടെ എടുത്ത് ഇതാക്കി ചായ കാപ്പി എന്നിട്ട് കണ്ടന്റ് എടുത്തില്ലെങ്കിൽ അതേ കണ്ടന്റ് തന്നെ നിങ്ങൾ വീഡിയോ ഉപയോഗിക്കുന്നത്. മനസ്സിലാവും? അത് വിറ്റിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലാവും? നിങ്ങൾക്ക് അത് അത്ര വലിയ ഇൻസൾട്ട് ആയിട്ടോ അത് അത്ര വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കണം. അത് ഇല്ലീഗലാന്ന് നിങ്ങൾക്ക് തോന്നി പോയി കേസ് കൊടുക്കണം, അല്ലേ?
പോയി കേസ് കൊടുക്ക് ബ്രോ. ഐ ഗോട്ട് ദ ബെസ്റ്റ് ലോയേഴ്സ് ഇൻ ദ ടൗൺ. അങ്ങനെയാണ് പോയി കേസ് കൊടുക്ക്, നമുക്ക് കാണാലോ. നിങ്ങളെ ഇങ്ങനെ ക്യാബിൻ ക്രൂവിൻ്റെ കമ്മ്യൂണിറ്റീനെ മമ്മു ഇൻസൾട്ട് ചെയ്തു, അങ്ങനെ പോയിട്ട് നിങ്ങളൊരു കേസ് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഐ സജസ്റ്റ് യു അത് നിങ്ങൾ ചെയ്യണം. ദയവാണ്ട് റീച്ച് ചെയ്യുന്ന വാട്ട് അവർക്ക് റീച്ച് വേണം അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കുക. അതല്ല അതിൻ്റെ ഒരു രീതി, സീറോ സിവിക് സെൻസ്. അത് ഞാൻ സമ്മതിച്ചു തരാം. സിവിക് സെൻസ് ഇവനിക്കില്ല. ഇവൻ ഇങ്ങനെ ഒരു ആദിവാസി ആയിപ്പോയി, ഇവൻ ഇങ്ങനെ ഒരു ബാമ്പു പോയി ആയിപ്പോയി. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവന് ഇത് കൊടുത്തു കഴിഞ്ഞു, അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. മനസ്സിലായി? ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് വേറെ എന്ത് ചെയ്യാൻ പറ്റും? സിവിക് സെൻസ് -1000. എടാ അങ്ങനെയുള്ളവർക്ക് ജീവിക്കണ്ടപ്പാ. എടാ നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഇതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ഇവനെ നമുക്ക് മറ്റേ തൂക്കി കൊല്ലാൻ പറ്റുമോ? ആണെന്ന് ചായ കാപ്പി എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് നോ, ഓട്ടോ യെസ് എന്ന് പറയുന്നുണ്ട്. ഓട്ടോയിലാണെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, അല്ല അപ്പൊ പറഞ്ഞു വരുന്നത് ഓട്ടോയിലാണെങ്കിൽ ഇത് ചെയ്യാം, ഫ്ലൈറ്റിലാണെങ്കിൽ ഇത് ചെയ്യരുത്. അങ്ങനെ, അതായത് ഫ്ലൈറ്റിലെ ഉള്ള ആൾക്കാർ ഭയങ്കര റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ്, ഓട്ടോയിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെന്നാണ്, അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാരെന്നാണ്. ഓട്ടോ ആയാലും ഫ്ലൈറ്റ് ആയാലും കണക്ക് തന്നെയാണ്, ടൈം മാറുന്നു, അത്രേ ഉള്ളൂ. എന്താ അവർക്ക് എന്താ വിലയില്ല? അവരെന്താ മനുഷ്യന്മാരല്ലേ? ഷട്ടപ്പ് ബ്രോ, ഷട്ടപ്പ്. 7:25 എന്ന് പറയുന്നുണ്ട്. 7:25 എന്തോ ഉണ്ടല്ലോ, നോക്കട്ടെ. 1 സെക്കൻഡ്. മൊത്തം കടിയുന്ന ഇതെന്തെന്ന് സംഭവം? ഒരു വട്ടം പറഞ്ഞു ഇതാണ് ശരി. ചേച്ചി $200 കട്ടൻ ചായ ഉണ്ടെന്ന് വെച്ചാൽ $200 എന്നാണ് പറയേണ്ടത്. കട്ടൻ ചായ ഇല്ല, അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ട്. അപ്പൊ ചോദിക്കും എത്രയാ? അത്രയും ചോദിച്ചാൽ മാത്രമല്ലേ പൈസ പറയേണ്ട കാര്യമുള്ളൂ, അല്ലേ? അതല്ല അതിൻ്റെ രീതി. ഇവർക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ആണെന്നും ഇത്രയും ഓട്ടോക്കാര് അല്ല ഇത്രയും സ്റ്റാൻഡേർഡും ഭയങ്കര ഇതുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് മാനേഴ്സ് കാണിക്കേണ്ടത് എങ്ങനെയാ? സംഭവം മമ്മു ഇത് തന്നെ. മമ്മു ശരിയാണ്, മമ്മു ബാമ്പു പോയാന്ന്. മമ്മുക്ക് സിവിക് സെൻസ് ഇല്ല, മമ്മുവിന് ബുദ്ധിയില്ല, ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. പക്ഷെ സ്റ്റിൽ അങ്ങോട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണേ. അവള് $200 പറഞ്ഞപ്പോ എനിക്ക് പൊട്ടി. ഞാൻ പറഞ്ഞു, എടാ മമ്മു നീ വേണം, നീ എന്താന്ന് വെച്ചാൽ മേടിച്ചോ, ഓള് പറയുന്നത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് കട്ടാന്നട്ടാ, ഇത് അവിടെ നിന്ന് കട്ടാ വീഡിയോ. ഇത് വീഡിയോ കട്ടാ, അവരവിടെ ഇല്ലയോ? അവരപ്പുറത്ത് അങ്ങോട്ടേക്ക് പോയി. ഇത് കണ്ടോ, ഇത് വീഡിയോ കട്ടാ. ഇവിടുന്ന് ഈ ചെരിന്ന് വാങ്ങണ്ടോ? ഇപ്പൊ ആ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇവന്റെ തൊട്ടപ്പുറത്തുണ്ട്. ശരിയാ? ഇവിടുന്ന് വീഡിയോ കട്ടായി. എന്റെ അടുത്ത സീനിൽ ഇങ്ങനെ ചെരിയുന്നത് കാണിക്കുന്നത് മനസ്സിലായി. ഒരു ആൾക്ക് അതിന്റെ ഒരു 30 സെക്കൻഡ് ആയിട്ടുള്ള സീനായത്. ഇവൻ ചൂട് കട്ടനുണ്ട്, ചൂടില്ലാത്തുണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്ത് വേറെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാന്ന് മനസ്സിലാവും. ഒരു 4 സീറ്റ് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവരെ മുഖത്തേക്ക് ക്യാമറ പിടിച്ചിട്ടല്ല ഇത് പറയുന്നത്, മനസ്സിലായി? നമ്മളെ ഫണ്ട് അവിടെ കാണിക്കുന്നത്. അതിനെന്താ ക്യാബിൻ ക്രൂ ഓവറാണ്. അത് നമുക്കറിയണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ ഓവറായിക്കോട്ടെ, വിവരമില്ലായ്മ ഒരു തെറ്റ് തന്നെയാണ്. അത് കാര്യം, അത് സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യം. വിവര ഇല്ലായ്മ ഒരു തെറ്റ് തന്നെയാണ്. അല്ല ഇവൻ ബാമ്പു പോയി കാര്യം പറയാല. ഇവന് എന്ന് പറഞ്ഞാൽ ശരിക്കും സീരിയസ്ലി ഇവനൊരു കാട്ടുന്ന ഒരു ആദിവാസി ആദ്യമായിട്ട് നാട്ടിൽ വരുന്ന പോലത്തെ ഒരാളായിട്ട് ഇവനെ നമ്മൾ കാണണം, മനസ്സിലാ? അല്ല ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നല്ല. ഇൻസൾട്ടിങ് ആദിവാസി ഗ്രൂപ്പ് അങ്ങനല്ല. ആദിവാസികൾ മോനെ ആദിവാസി ഇഷ്യൂ അടുത്ത ഇഷ്യൂ ആദിവാസികളെ പറയണ്ട. എടാ മുത്തേ, ഞാൻ ഉദ്ദേശിച്ചത് ഇവൻ ഒരു ആദിവാസി, ഒരു പ്രോപ്പർലി ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ആദിവാസി, അല്ലെങ്കിൽ ടൗണുമായിട്ട് ബന്ധമില്ലാണ്ട് ജീവിക്കുന്ന ആദിവാസി ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നാട്ടിലേക്ക് കയറി വന്ന് അവരെ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഇരിക്കും. അതുപോലെ ഇവനക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായി? അതിന് അടുത്തത് ആദിവാസി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇറങ്ങും. പോടാ ലോട്ടെ. മനസ്സിലായില്ലേ? ഈ ജനറേഷനിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തില് ലൈവ് സ്ട്രീമിംഗ് അടക്കം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചായ കാപ്പി കാപ്പി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒച്ചയും വിളി ഉണ്ടാക്കും. ഇവൻ ഇത്ര ഫേമസ് ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവനെ ബലിങ്ങനെ മുകളിൽ കാണല്ല. ഇവന് ബുദ്ധിയില്ല. സംഭവം ഇവൻ ഫേമസ് ആണ് ശരിയാ, പക്ഷെ ഇവന് ബുദ്ധിയില്ല. ഓക്കെ, ഇവൻ സ്ട്രീം ചെയ്യലുണ്ട് ശരി, ഇവൻ സോഷ്യൽ മീഡിയയിലുണ്ട്, ഇവൻ സ്ട്രീം ചെയ്യലുണ്ട്, ഇവന് കുറെ ഫാൻസ് ഉണ്ട്, ഇവന് കുറെ വ്യൂസ് ഉണ്ട്. പക്ഷെ ഇവൻ മമ്മു ആണെന്ന് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. സീക്രട്ട് ഏജന്റിനോട് കൂടിയാ പറയുന്നത് ഇവൻ മമ്മു എന്നുള്ള കാര്യം മറക്കരുത്. ഇവൻ മമ്മു ആണ്, മണ്ടൻ മമ്മു, മനസ്സിലായോ? പപ്സ് മമ്മോ ക്കണം അല്ലെങ്കിൽ ഇത് കൊടുത്താൽ അത് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പറയാം എന്ത് മമ്മൂനോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഒപ്പം ബാക്കിയുള്ളവർക്കോ പറയാം ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല. ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യണം. അത് എൻജോയ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മറ്റേ ബസ് കയറി DJ ലൈറ്റ് ഇട്ട് ചാടി കളിച്ച് കുത്തി പറഞ്ഞ് കളിക്കണ പോലെ അല്ല. ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടണം, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കണം. അതെല്ലാം നമ്മൾ പാലിച്ചില്ല കേട്ടോ. നമ്മളെ അടുത്ത ഫ്ലൈറ്റിന്റെ സേഫ്റ്റി മൊത്തം നമ്മൾ പാലിച്ചു, റൂൾസ് എല്ലാം നമ്മൾ പാലിച്ചില്ല. അടച്ചു വെക്കണം, നിങ്ങളുടെ വിൻഡോ ഷീൽഡ്സ് നിങ്ങൾ പൊക്കി വെക്കണം. അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തന്ന എല്ലാവരും അച്ചടക്കത്തോടു കൂടി ഒരു സ്ഥലത്ത് ഇരുത്തി എല്ലാവരും ഇരുന്ന് ഇതിനൊരു ബേസിക് സാധനമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരു സംഗതി ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവനെ ഈ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവർ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കോ? അല്ല നമ്മള് സ്കൂളിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ പറയുന്ന പോലെ. അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നെങ്കിൽ ഇത് എനിക്ക് തോന്നി ഇത് എഡ്യൂക്കേഷനായിട്ട് ബന്ധമില്ല, ഇത് കോമൺ സെൻസും മാനേഴ്സും എല്ലാം ആയിട്ട് ബന്ധം. അതെങ്ങനെ ഇവന് കൊടുക്കും എനിക്ക് അറിയില്ല. ചാറ്റ് പറ ഇതെങ്ങനെ ഇതെങ്ങനെ ഈ സാധനം കൊടുക്കും എനിക്ക്? സെക്കൻഡ് ടൈം ഇൻഡിഗോ പോയപ്പോ ഇത് കാണിച്ചില്ല. അത് എനിക്കൊന്ന് ഒരിക്കൽ പോയിട്ട് ശീലമായപ്പോ ഇതാവുമായിരിക്കും. അറിഞ്ഞുകൂടാതെ ചെയ്ത സ്കിപ്പ് ടോപ്പിക് സ്കിപ്പ് ചെയ്യാം